നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ ഷമീറിനെ മാപ്പ് സാക്ഷിയാക്കും. പാലക്കാട് സ്വദേശി ഷമീർ അവയവം ദാനം ചെയ്ത വ്യക്തിയാണ്. ഏപ്രിൽ മാസത്തിലാണ് ഷമീർ തെഹ്റാനിൽ പോയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെയ് 18-ന് തിരിച്ച് ഇന്ത്യയിലെത്തി. ഷമീറിനെ കയറ്റിവിട്ടത് ബല്ലം രാമപ്രസാദ് ഗൊണ്ടയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഈ അവയവക്കടത്ത് കേസിൽ ഷമീറിനെ മാപ്പ് സാക്ഷിയാക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അവയവക്കടത്ത് കേസിൽ വൃക്ക നൽകിയിട്ടുള്ള ഷമീറിനെ മാപ്പുസാക്ഷിയാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇയാൾ പാലക്കാട് നിന്നും തെഹ്റാനിലേക്ക് പോയത്. ഇറാനിലെ തെഹ്റാനിലായിരുന്നു ഇയാൾ എത്തിയിരുന്നത്. അവിടെ ഇയാളെ സ്വീകരിച്ചത് ഈ സാബിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലുള്ള സാബിത്ത് ഇയാളെ സ്വീകരിക്കുകയായിരുന്നു. ബല്ലം രാമപ്രസാദ് ഗൊണ്ടയാണ് ഇയാളെ കയറ്റിവിട്ടത്. ഇവിടെ നിന്നും ഏപ്രിൽ മാസത്തിൽ പോയ ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെയ് 18-ഓടെ തിരികെ കൊച്ചിയിലെത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഇയാൾ പാലക്കാടേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ബല്ലം രാമപ്രസാദ് ഗൊണ്ട അടക്കമുള്ളവർ പിടിയിലായപ്പോഴാണ് ഷമീറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഷമീർ വൃക്ക നൽകിയതിനു ശേഷം ഇവരുടെ ഏജന്റാകാനുള്ള പ്രവർത്തനവും നടത്തിയിരുന്നു. അയാളുടെ ഫോൺ സന്ദേശങ്ങളും ഒപ്പം തന്നെ മറ്റ് വിവരങ്ങളും പോലീസിന് ലഭിച്ചതോടെയാണ് ഷമീറിലേക്കും അന്വേഷണം നീണ്ടത്. എന്നാൽ ഷമീറിൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും മോശമാണ്. അയാൾക്ക് മതിയായ ചികിത്സ ലഭിച്ചിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഷമീറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക, ജയിലിലടക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകാൻ പോലീസിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവക്കടത്ത് കേസിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി വൃക്ക നൽകിയിട്ടുള്ള ആളുകൾക്ക് പല ഭീഷണി സന്ദേശങ്ങളും എത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നെടുമ്പാശ്ശേരി അവയവക്കടത്ത്, രാജ്യാന്തര അവയവക്കടത്തിന് പുറമെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവക്കടത്തും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ വൃക്ക നൽകിയിട്ടുള്ള പല ആളുകളും അതിൽ നിന്നും പിൻവാങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നുമല്ല, അവരെ കൂടി ഇതിൽ പ്രതിയേർക്കാൻ സാധ്യതയുണ്ടെന്ന് പല ഏജന്റുമാരും അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പനങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷർ ആശുപത്രിക്ക് അടക്കമെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു. ആ പനങ്ങാട് സ്റ്റേഷനിൽ നിന്നടക്കം പരാതികൾ പിൻവലിക്കാൻ ആളുകൾ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ 3 പേരുടെയും രഹസ്യമൊഴി നൽകുന്നതോടുകൂടി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്കെതിരെ കൂടുതൽ അന്വേഷണം ശക്തമാകുമെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇരകളെ ഭീഷണിപ്പെടുത്താനും ഏജന്റുമാരും ഇതേപോലെ തന്നെ ഈ ഒരു വൃക്ക അല്ലെങ്കിൽ അവയവ കച്ചവടം നടത്തുന്ന മാഫിയയും ശ്രമിക്കുന്നത് എന്നുള്ളൊരു പരാതിയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. സഹിൻ, ഇപ്പോൾ ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ എന്തെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഷമീറിനെ മാപ്പുസാക്ഷിയാക്കി പോലീസ് മാറ്റിയിരിക്കുന്നത് നിലവിൽ? അതായത് കേരളത്തിലെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 4 സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 പേർ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സോളിഡായിട്ടുള്ള എവിഡൻസ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പോലീസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടടക്കം രഹസ്യമായി സൂക്ഷിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ 3 പ്രതികളുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഷമീറിനെ മാപ്പുസാക്ഷി ാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ, ഈ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആധികാരികമായി തന്നെ ഈ കാര്യം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം പോലീസിന് നിൽക്കുന്നുണ്ട്. ഈ രാജ്യാന്തര അവയവക്കടത്ത് കേസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലേക്കും നീളുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് ഇരകളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ പോലീസും തങ്ങളുടെ കളി മാറ്റിക്കളിക്കുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഒരു മാപ്പുസാക്ഷിയില്ലാതെ ഇവർക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ ഈ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ അടക്കമുള്ള ആരോപണം നിലനിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഷമീറിനെ മാപ്പുസാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ, ശരി, കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ്.